ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് വാഗമണ്ണാട്ടോ. നല്ലൊരു അടിപൊളി റിസോർട്ടാണ്. നമ്മൾ ഈ വർക്കൊക്കെ കഴിഞ്ഞ് ആകെ ശോഷിച്ച് ക്ഷീണിച്ച് മൈൻഡെല്ലാം ഔട്ടാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാൻ തോന്നുമല്ലോ. പോകുന്ന സ്ഥലമാണെങ്കിൽ നല്ല ഫ്രീഡവും അടിപൊളിയാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചിങ്ങ് വന്നതാണ്. ചൈതന്യ വെൽനസ് സെൻ്ററാണ് റിസോർട്ടിൻ്റെ പേര് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ച് വന്നതല്ല, എന്നാലും എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ കണ്ടതിൽ വെച്ചിട്ട് അടിപൊളി വ്യൂ ഒക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രിയാണെങ്കിൽ ക്യാമ്പ് ഫയറും അതുപോലെ നമുക്ക് എല്ലാത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വഴിയെല്ലാം കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ ടെൻറ്റിലാണ് താമസിക്കാൻ പോകുന്നത്. ടെൻറ്റിൽ അപ്പം ഞാൻ വേഗം കുളിച്ച് ഫ്രഷൊക്കെ ആയി ഞാനൊന്ന് പെട്ടെന്ന് മിനിങ്ങാന്ന് വിചാരിച്ചു. എന്നിട്ട് മെല്ലെ ഒന്ന് താഴെയൊക്കെ എന്താണുള്ളത് എന്ന് നോക്കാൻ വേണ്ടി ഞാനൊന്ന് ഇറങ്ങിയതാട്ടോ. നല്ല രസമുള്ള കേട്ടോ. നമുക്ക് ഊഞ്ഞാലാടാം, അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ഏർമാടം ഉണ്ടെന്ന് പറയുന്നു. താഴെ ഒരു റിവറും ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ പോകുന്ന അവിടെ കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വൈകിച്ചില്ല, നമ്മൾ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ കിച്ചൺ അവൈലബിൾ ആണ്. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുക്ക് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് സൗകര്യങ്ങളും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം ഒന്ന് ഫൺ മൂമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് കുട്ടിക്കാലത്തോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രില്ല് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രില്ലിന് അതുപോലെ ഗ്രില്ല് ചെയ്യുന്നതിന് അവർ സെറ്റാക്കി തരും. അതിന് നമുക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ ടെൻറ്റിൻ്റെ എമൗണ്ട് വരുന്ന എത്രയെന്ന് വെച്ചാൽ 900 ആണ്. 2 പേർക്ക് അതിൽ കിടക്കാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞത്. എത്ര സൗകര്യം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് ഫയറൊക്കെ ഓണാക്കിയപ്പോൾ നമ്മളങ്ങ് ജസ്റ്റ് ഒന്ന് ഓണായി. ഞങ്ങൾ കുറച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കുറച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യുമ്പം മൈൻഡ് ഭയങ്കര റിലാക്സ് ആവും കേട്ടോ. എല്ലാം ഒന്ന് മറന്ന് കുറച്ച് നേരം ഒന്ന് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എന്തായാലും ഒന്ന് അടിച്ചു പൊളിക്കട്ടെ കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ തന്നെ കാണാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പറയാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ല പാട്ടൊന്നും പറയില്ല. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല ഉറക്കമായിരുന്നു കേട്ടോ. വലിയ ശല്യങ്ങളൊന്നും ഉണ്ടായില്ല. രാത്രി ചെറുതായിട്ട് തണുപ്പടിച്ചു, എന്നാൽ ഇവിടെ ബ്ലാങ്കറ്റൊക്കെ അവർ തന്നുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. കാര്യമായിട്ട് ഭയങ്കര മഞ്ഞൊന്നുമില്ല, പക്ഷെ രാവിലെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്തു നിന്നൊക്കെ ഞങ്ങൾ വരുമ്പം ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു റിലാക്സ് ആയിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ നേരത്തെ എഴുന്നേറ്റ്, ചാക്കോച്ചനാണെങ്കിൽ എഴുന്നേറ്റില്ല, ഒരേ ഉറക്കം. ഞാൻ ജസ്റ്റ് ഒന്ന് മേലോട്ട് കയറി കേട്ടോ, കാരണം രാത്രി വന്നുകൊണ്ട് ഇവിടുത്തെ വ്യൂ ഒന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മൾ സൂര്യൻ ചേട്ടൻ ഉണരാനായി ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഉണർന്നിട്ടുണ്ട്. ഞാനൊരു കോഫി എടുത്തുകൊണ്ട് വന്നു. ഇവിടുന്ന് കോഫി കിട്ടും കേട്ടോ. കോഫി ഇട്ടിട്ട് വന്നായിരുന്നു. അതൊക്കെ കുടിച്ച് ഞാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ സൂര്യൻ എത്തിയിരിക്കുകയാണ്. രാവിലെ ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പം എൻ്റെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആയ പോലെ ഫീൽ ചെയ്ത്. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇത് ചുറ്റും മലനിരകളാണ്. മലനിരകളുടെ നടുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റിവറുണ്ട്. ഇതാണ് ഞങ്ങൾ താമസിച്ച ടെൻറ്റ്. 2 പേർക്ക് 900 റുപ്പീസാണ് വരുന്നത്. അതായത് ഈവനിങ് ഞങ്ങൾ ചെക്കിങ് ചെയ്ത് 12 മണി വരെ ഞങ്ങൾക്ക് സമയമുണ്ട് ഇവിടുന്ന് പോകാനായിട്ട്. പക്ഷെ അതിന് മുന്നേയൊക്കെ നമ്മൾ പോവും. വ്യൂ കണ്ടല്ലോ അല്ലേ, നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ. അത് അവിടെ കാണുന്ന ഏർമാടം, അവിടെ ഇന്നലെ 2 പേര് താമസിച്ചായിരുന്നു കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ടെൻ്റുണ്ട്, ചെറിയൊരു കുന്നിൻ്റെ ചെരുവിലൊക്കെ കേട്ടോ. ഞാൻ മെല്ലെ ഒന്ന് നടന്ന് മേലോട്ട് കയറാനുള്ള പ്ലാനിങ് ആണ്. അവിടുന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ് ഇത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത്രയും ചെറിയ പൈസയ്ക്ക് ഇത്രയും വ്യൂ ഉള്ള ഒരു എന്താ പറയുക, ഒരു റിസോർട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതും. ചാക്കോച്ചനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ആ വ്യൂ കാണുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നതിലപ്പുറമാണ്. പിന്നെ ഞങ്ങൾ മെല്ലെ ഒന്ന് വെയിൽ വരുമ്പോഴേക്കും ആ റിവർ ഭാഗത്തോട്ട് ഇറങ്ങിയതാണ്. ഈ ഒരു ഏരിയ കാണാനും നല്ല രസമാണ്. കുറച്ച് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഫോട്ടോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം
ആണ്. നല്ല അടിപൊളിയാണ്. നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇതിൽ കൂടെയൊക്കെ വെള്ളം പോകുമ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമായിരിക്കും എന്നുള്ളത്. അപ്പോൾ തണുപ്പ് കാലത്തും മഴക്കാലത്തും അടിപൊളിയാണ്. പിന്നെ ഇങ്ങനത്തെ ചെറിയ കുഴികളൊക്കെ കണ്ടായിരുന്നേ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഈ പുഴയിലൊക്കെ ഇങ്ങനൊരു കുഴികളൊക്കെ ഞാൻ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കയറി കേട്ടോ. എനിക്ക് റെഡി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അങ്ങ് കയറി കേട്ടോ. ഞാൻ റെഡി ആയിട്ടോ. കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വെയിൽ വരുന്ന മുന്നേ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനല്ലോ. അതിനും കൂടെയാണല്ലോ നമ്മൾ വാഗമണ്ണി വന്നത്. ഞങ്ങൾ ബുള്ളറ്റ് എടുത്തിട്ടാണ് വന്നത്. ഞങ്ങളൊരു 6 ആൾക്കാരാണ് ഉള്ളത്. 3 ടീമായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ടെൻറ്റ് 900 റുപ്പീസ്. അപ്പം നമുക്ക് വലിയ റേറ്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 800 റുപ്പീസ് ക്യാമ്പ് ഫയറിന് കൊടുക്കണം. അതാണ് ഞങ്ങൾ ചൂസ് ചെയ്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്യാമ്പ് ഫയറിന് മാത്രമേ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി എല്ലാം എടുത്ത് ജസ്റ്റ് ഒന്ന് ചരിച്ചു കിട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സഫാരി ജീപ്പ് എടുത്തിട്ട് ഒരു അഡ്വെഞ്ചറായിട്ട് റൈഡിന് പോകാമെന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എത്രമാത്രം അത് അടിപൊളിയാകും എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒരു ചെറിയ കടയിൽ കയറി 2 ഇഡ്ഡലിയും വടയുടെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയ കടയാണെങ്കിലും നല്ല ടേസ്റ്റി ഫുഡ് കിട്ടിയ പോലെ ഫീൽ ചെയ്തു. നോർമലി പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊന്നും പിടിക്കില്ലല്ലോ, പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ജീപ്പ് സവാരിക്ക് കയറിയിട്ടോ. ഈ ജീപ്പ് സവാരിയുടെ കാര്യം പറയുവാണെങ്കിൽ 1800 രൂപയാണ്. ഞങ്ങൾ 6 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഞങ്ങൾ നല്ല എക്സ്പ്ലോറിങ് എൻജോയ്മെൻറ്റിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും ഒരു അടിച്ചുപൊളി മൈൻഡാണ്. ഇവിടെ വരുവാണെങ്കിൽ വാഗമണ്ണ് വരുവാണെങ്കിൽ നിങ്ങൾ ഈ ജീപ്പ് സവാരി മിസ് ചെയ്യരുത് കേട്ടോ. ഭയങ്കര വൈബാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ തല കുത്തി മറിഞ്ഞ് വീഴാത്തത് ഭാഗ്യം. അത്രയും എക്സ്പ്ലോറിംഗ് ആയിട്ടാണ്, അഡ്വഞ്ചറായിട്ടാണ് അദ്ദേഹം വണ്ടി ഓടിച്ചത് കേട്ടോ. നല്ല രസമായിരുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല, എന്നോട് ക്ഷമിക്കണം. പ്രത്യേകിച്ച് ഞാനൊരു ട്രാവൽ വ്ളോഗറൊന്നും അല്ലാത്തത് കൊണ്ട് എനിക്കിതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ മാക്സിമം സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്താണ്. അപ്പോൾ ജീപ്പ് സവാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം അഡ്വഞ്ചർ പ്ലേസിലോട്ട് ഇവർ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. ഇത് കുറേ കുന്നും ചെരിവുള്ള സ്ഥലമായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുക്കി ഡാം വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് ഭാഗങ്ങളെ കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒറിജിനലായിട്ട് പോവേണ്ടത് ഏത് വഴിയാണ് എന്ന് അറിയില്ല. ചുറ്റി പോകണം. വേറെ സ്ഥലത്തു നിന്നാണ് അത് കാണാൻ പറ്റുക എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. കുറച്ച് നേരം ഞങ്ങൾ ആ കാറ്റൊക്കെ കൊണ്ട് കുറച്ചധികം എക്സ്പ്ലോർ ചെയ്തായിരുന്നു കേട്ടോ. നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടണൽ കേട്ടോ. ചെറുതായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. പക്ഷെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നല്ല വെള്ളമാണെന്നാണ് പറഞ്ഞ്. ഇപ്പുറത്തെ സൈഡിൽ കൂടെയും നല്ല വെള്ളം പോവും. നല്ല വെള്ളപ്പൊക്കം പോലെ വെള്ളം പോവും. മഴയല്ലാത്തത് കൊണ്ട് അത്രയധികം വെള്ളമൊന്നുമില്ല. വറ്റി വരണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്കറിയാമല്ലോ, വറ്റി വരണ്ട അവസ്ഥയാണ്. പക്ഷേ ആ ഒരു സ്ഥലമൊക്കെ രസമുണ്ട്. ഞങ്ങൾ കുറച്ചൊന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 കിലോമീറ്ററും ഈ ടണലിൻ്റെ ദൂരമുണ്ട് കേട്ടോ. ഈ ടണലിൻ്റെ പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഞാൻ പോയ സ്ഥലങ്ങളെല്ലാം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഞാൻ അവിടെ കാലിട്ടപ്പോണ്ടല്ലോ നല്ല തണുപ്പായിരുന്നേ. പിന്നെ ഞങ്ങൾ ആ ടണൽ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മളെ മഞ്ഞുമൽ ബോയ്സ് മൂവി തന്നെയാണ്. ഇവിടെ ഇവന്മാർ മൊത്തം ഏറ്റവും കൂടുതൽ സുഭാഷേ കുട്ടേട്ട എന്ന് പാടിക്കൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. സുഭാഷും കുട്ടേട്ടനായിരുന്നു ഇത് നിറയെ. അങ്ങനെ സുഭാഷും കുട്ടേട്ടനൊക്കെ അണഞ്ഞ് ഇപ്പോൾ ഒരു റെമോ ആയിട്ടുണ്ട് കേട്ടോ. ഈ ജീപ്പ് സവാരിയുടെ ഈ നേതാവി എന്നൊക്കെ പറയണത് ആ പോകുന്ന ചേട്ടനാണ്.
നമ്മളിപ്പോൾ ഉള്ളത് സൂസൈഡ് പോയിന്റിലാണ്. ഇതൊരു 1.5 പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ 2 കപ്പിൾസൊക്കെ മരിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളവിടെ പോയപ്പോൾ തന്നെ പറഞ്ഞത്. അത് കേട്ടപ്പം ചെറുതായിട്ട് എനിക്കൊരു പേടി വന്നു. എന്നാലും കുഴപ്പമില്ല. വ്യൂ അപാരമായിരുന്നേ. ഫുൾ മലനിരകൾ, അതിൻ്റെ ഇടയ്ക്കൊരു വെള്ളച്ചാട്ടം, പക്ഷേ കാണാൻ പറ്റത്തില്ല, വെള്ളമൊക്കെ വറ്റി വരണ്ടിരിക്കുകയായിരുന്നു. ഈ മലനിരകൾ കാണാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാട്ടോ. ഒരു പ്രത്യേക രസം. ഒരിക്കലും നമ്മൾ എത്ര വീഡിയോ എടുത്താലും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഫീലിങ്സ് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ഈ സൂസൈഡ് പോയിന്റിലോട്ട് നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട തന്നെയാണ് കേട്ടോ. അടിപൊളി പ്ലേസ് ആയിരുന്നേ. അങ്ങനെ നമ്മുടെ വാഗമണ്ണിലെ ജീപ്പ് സവാരി ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കുലുങ്ങി കുടലൊക്കെ പുറത്ത് വന്നതുപോലെ ആയിട്ടുണ്ട്. ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ചിട്ട് പോയ സ്ഥലത്ത് എത്തിയിട്ടോ. അതാ ഞങ്ങളുടെ ബുള്ളറ്റൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ബാഗൊക്കെ എടുത്ത് കെട്ടി ഞങ്ങൾ ഈ വാഗമണ്ണ് വിടാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ഞങ്ങൾ വാഗമണ്ണൊക്കെ ആസ്വദിച്ച് മൈൻഡൊക്കെ ഒന്ന് റിലീഫാക്കിയിട്ട് വീണ്ടും ജോലി ചെയ്യാനായിട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. സപ്പോർട്ട് വേണേ. ഓക്കെ, ബൈ.